കേരളത്തിൽ ഭരണകക്ഷിയുടെ അതായത് CPM പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടി ആയിരുന്നെങ്കിൽ ഇത് ഈസി ആയിട്ട് തരണം ചെയ്ത് പോയേനെ. പക്ഷെ അങ്ങനെയല്ല പിണറായി ഗവൺമെൻറ്റും പിണറായി വിജയനും നേരിടുന്നത്. പ്രത്യേകിച്ച് അൻവറും കൂട്ടരും നടത്തുന്നത് പിണറായിക്കെതിരെയുള്ള കലാപമാണ്. ഇതിനകത്ത് MR അജിത് കുമാറും P ശശിയൊക്കെ ചുമ്മാതെ വന്നിരിക്കുന്ന പേരുകളെന്ന് മാത്രം. അവരിൽ കൂടെ അവരുടെ ലക്ഷ്യം പിണറായി വിജയനാണ്. ഇപ്പം ഞാൻ ചില CPM സഖാക്കളോട് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു, അൻവറും ജലീലാണെങ്കിലും കാരാട്ട് റസാഖാണെങ്കിലും, അതായത് ലീഗിലെ പഴയ ആൾക്കാരും പഴയ കോൺഗ്രസ് നേതാക്കളും മലപ്പുറം CPMൻ്റെ മാപ്പിള സഖാക്കൾ, അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന പിണറായി വിജയനെയാണ്. അതായത് CPMനകത്ത് ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം. ഇതാണ് അവരുടെ ലക്ഷ്യം. അത് ഞാൻ കൺഫേം ചെയ്തു. മലപ്പുറത്തുള്ള ചില ആളുകളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരും കൃത്യമായിട്ട് പറഞ്ഞു ലക്ഷ്യം പിണറായി വിജയനാണ്, ശശിയുമല്ല, MR അജിത് കുമാർ പേരിന് വെച്ചേക്കുന്നവരാണ്. ഇവരെ രണ്ടുപേരെ മാറ്റിയാലും ഇപ്പോഴത്തെ ഈ പ്രതിഷേധവും ഈ കലാപം അങ്ങനെ തണുക്കത്തില്ല. പിണറായി വിജയനെയും കൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം അതിൻ്റെ തുടക്കം എന്തായിരുന്നു എന്നാണ് നോക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സ്വർണ്ണക്കള്ളക്കടത്തും അതേപോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും പോലീസും നടത്തിയ വേട്ടയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇവരെല്ലാം തന്നെ പഴയ ലീഗുകാരും പഴയ കോൺഗ്രസ് നേതാവും ഒക്കെ അവരാണ്. പക്ഷെ മലപ്പുറം ജില്ലയാണ്. അവസാനം ഈ കേസുകൾ ഏകദേശം 85-90 ഭാഗവും ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ഇവരുടെ ലാൻഡിലാണ്, അതായത് മലപ്പുറം ലാൻഡിലാണ്. ഇവർക്ക് ഇതുമായിട്ടുള്ള കണക്ഷനുണ്ട്, പല രീതിയിൽ സാമ്പത്തിക ബന്ധം എല്ലാം ഉണ്ട്. അപ്പം വോട്ട് നിരോധനത്തിന് ശേഷം പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് വന്നിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആണ് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തും ഈ മയക്കുമരുന്നും. അത് വ്യക്തമായിട്ടുള്ള, ഞാനിപ്പം പറയുവാണെങ്കിൽ ഡേറ്റ വെച്ച് പറയാം. ഇപ്പോൾ 10 പേരെ പിടിക്കുമ്പോൾ 7 പേര് അവിടുത്തുകാരാണ്. ഇപ്പോൾ കൊച്ചിയിൽ വിൽക്കാൻ വരുന്നവർ അവിടുത്തുകാരാണ്. കൊച്ചിയിൽ നിന്ന് ഈ കച്ചവടമൊക്കെ ചെയ്യുന്നവർ അവിടുത്തുകാരാണ്. അപ്പം ഇവരുടെയൊക്കെ ബന്ധം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എങ്ങോട്ടാണ് ഇത് പോകുന്നത്. പെട്ടെന്ന് ഇത് സ്പാർക്ക് ചെയ്യാനുണ്ടായ കാരണം എന്താണ്? അതായത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് DYFI കാസർഗോഡും കോതമംഗലത്തും ഒക്കെ നടത്തിയ പോർക്ക് ഫെസ്റ്റിവലാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. അതാണ് കാരണം. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയന് അനുകൂലമായിട്ട് നിൽക്കുന്ന പഴയ SDPI PFI അവർ മുഴുവൻ ഇതിൻ്റെ അകത്താണ് ജോയിൻ ചെയ്തേക്കുന്നത്. CPMനകത്ത് അവരുടെ നവമാധ്യം സംഭവത്തിലും ഒക്കെ ജോയിൻ ചെയ്തേക്കുവാണ്. ഈ പോർക്ക് ഫെസ്റ്റിവലാണ് ഈ പറയുന്ന പെട്ടെന്ന് പ്രകോപനം ഉണ്ടായത്. അൻവറിനാണെങ്കിലും ജലീലിനാണെങ്കിലും കാരാട്ട് റസാഖിനും. ഇതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം. അപ്പം അതിന് അനുകൂലമായി അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഈ പഴയ SDPI അനുഭാവികളും PFI മെമ്പേഴ്സും അവർ പെട്ടെന്ന് ആലോചിച്ച് നോക്കുക, ഇതിനെ ബാൻ ചെയ്ത് 2 വർഷമായി. അപ്പം അവർ മുഴുവനും വന്നേക്കുന്നത് പിന്നെ CPMലോട്ടാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, CPMനകത്ത് ഈ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ഈ കൂട്ടർ കയറിയിട്ടുണ്ട്. ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, വർഗീയത. അത് ഈ പാർട്ടിക്കാരന് CPM എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനകത്ത് കയറി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഇവരുടെയൊക്കെ കച്ചവടം എന്തുവാ? ബേസിക്കലി കള്ളക്കച്ചവടവും കള്ള സ്വർണവും കള്ള ലാൻഡും എല്ലാം നമ്പർ 2 പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പം അനുയോജ്യമായിട്ട് പോലീസിനെയും കൂടെ നിർത്തണം. അപ്പം അതിൻ്റെ ഒന്നാമത്തെ ഒരു ഉദാഹരണമാണ് അൻവർ ചെയ്യുന്ന മുഴുവനും നമ്മൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പം അൻവറിനെ പോലെ ഒരു നേതാവും ജലീല് കാരാട്ട് റസാഖ് മറ്റുള്ള സഖാക്കളും സൈബർ ഇടത്തിൽ ഈ പറയുന്ന പഴയ PFI SDPI കാരെല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കുക, ലക്ഷ്യം പിണറായി വിജയൻ മാത്രം. ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. പല സഖാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു തന്നതാണ്.
ഈ പിണറായി വിജയൻ തന്നെയാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. അദ്ദേഹം നേരത്തെ പിണറായി വിജയൻ ഈ വർഗീയതയ്ക്കെതിരെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റാൻഡ് എടുത്തിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു വർഗീയവാദികൾ, ഭീകരവാദികൾ. പൂർണ്ണമായിട്ട് നിശബ്ദമായിട്ട് ഷംസീറിൻ്റെ രീതിയിലും മരുമോൻ്റെ രീതിയിലും ആലോചിച്ച് നോക്കുക. അയാൾ സ്വയമേ ഒരു സ്റ്റാമ്പ് ഏറ്റെടുത്തു. ഈ പറയുന്ന വർഗീയ തീവ്രവാദികളുമായിട്ട് ഒരു പ്രോ സ്റ്റാൻഡ്. ഇത് കേരളത്തിലെ CPM-നെ വിശ്വസിക്കുന്ന പാർട്ടിക്കാരായ പലർക്കും, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി, അവരാണ് ഇവരുടെ മെയിൻ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, അവർക്ക് പ്രശ്നമുണ്ടായി. അതിൻ്റെ പേരിലാണ് 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇത്രയും ശതമാനം CPM-ൻ്റെ വോട്ടുകൾ BJPക്ക് പോയത്. ആറ്റിങ്ങൽ ആലോചിച്ച് നോക്കുക, ആലപ്പുഴ, ഓരോ മണ്ഡലം എടുക്കുക, ഈ വോട്ടുകളൊക്കെ പോയി. പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങൾ, അത് കണ്ണൂരാണെങ്കിലും മറ്റു പലയിടത്തും ഇവർക്കൊക്കെ വോട്ട് കൂടി പെർസെൻറ്റേജ്. അത് പിണറായി വിജയൻ എടുത്ത വൃത്തികെട്ട ഒരു സ്റ്റാൻഡ്. കാരണം അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷത എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്ത് മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു, അതിനെ എതിർക്കുന്ന പാർട്ടിയിൽ വലിയൊരു വിഭാഗം. ഷംസീർ എന്ന് പറയുന്ന നാക്കെടുത്താൽ പറയുന്നത് മുഴുവനും വർഗീയതയാണ്. മറ്റൊരു കൂട്ടരെ ഗണപതി പൂജയെ മോശമാക്കുന്നു, അതിനെ മോശമാക്കുന്നു, ഇതിനെ മോശമാക്കുന്നു. ഇവിടെയാണ് പിണറായി വിജയൻ ഒറ്റപ്പെട്ടു പോയത്. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. പാർട്ടിയിലെ പല സഖാക്കളും ആരും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അയാളുടെ മരുമോനും മാത്രമേ ഉള്ളൂ ഇപ്പം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന. AK ബാലനാണെങ്കിലും മറ്റുള്ള പല സഖാക്കളും പൂർണ്ണമായിട്ടും സൈലൻ്റ് ആയിപ്പോയി. അതായത് പോർക്ക് ഫെസ്റ്റിവലിൽ നിന്ന് തുടങ്ങിയ സംഭവമാണ്. ഇത് മനസ്സിലാക്കാനുള്ള യുക്തിയും ബോധവും പിണറായി വിജയൻ ഉണ്ടായില്ല. അതാണ് ഏറ്റവും പ്രാധാന്യം. മനസ്സിലാക്കുക. ഇപ്പോൾ P ശശിയെ മാറ്റിയാലും MR അജിത് കുമാറിനെ മാറ്റിയാലും അൻവറും കൂട്ടരും നടത്തുന്ന ഈ കലാപം, അതായത് നിങ്ങൾ നോക്കുക, അൻവറിന് കിട്ടുന്ന സപ്പോർട്ട് ബേസ് നോക്കുക. ഇത് മുഴുവനും എത്തുന്നൊരു പ്രത്യേക വിഭാഗത്തിൽ നിന്നാണ്. ഈ പ്രത്യേക വിഭാഗം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക, ഇവരെല്ലാം 2 വർഷം മുമ്പ് തീവ്ര മത സംഘടനയിൽപ്പെട്ടവരായിരുന്നു. അവരീ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു. ഇതോടുകൂടി തെളിയുകയാണ്. അവരുടെ ഒരു നേതാവായിട്ട് അൻവർ വരികയാണ്, അവരുടെ നേതാവായിട്ട് ജലീൽ കയറി വരികയാണ്, അവരുടെ കാരാട്ട്. ആലോചിച്ച് നോക്കുക, ഈ പാർട്ടി പോയൊരു പോക്ക്, വിപ്ലവ പാർട്ടി. അൻവർ തന്നെ പറയുന്നു അയാൾ നടത്തുന്ന മറ്റൊരു വിപ്ലവമാണ്. എങ്ങോട്ട് പോയി CPM എന്ന് പറഞ്ഞ്? CPM-ന് ഇപ്പം ശരിക്കുമുള്ള സൈബർ ഇടം എവിടെ പോയി? അവരും നിശബ്ദമാണ്. അതായത് അതിനെ ഹൈജാക്ക് ചെയ്തു. അതായത് പറയാൻ പോകുന്ന കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊലയ്ക്കുവാൻ വേണ്ടി, മാറ്റുവാൻ വേണ്ടി മാത്രമാണ് ഈ കലാപം. അല്ലാതെ ശശിക്ക് അജിത് കുമാറൊക്കെ വെറുതെ ഒരു പേരിന് മാത്രമാണ്. അവരുടെ ലക്ഷ്യം അതാണ്. വർഗീയത കൊണ്ട് വീണ്ടും കളിക്കുകയാണ്. അതവർ CPM-ൻ്റെ സൈബർ ഇടത്തിൽ കളിക്കുന്നു. ഇപ്പം ആലോചിച്ച് നോക്കും, ഒരു സമയത്ത് സംഘി 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 എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് മുഴുവൻ CPM-കാരെ സംഘി എന്ന വിളിയിലോട്ട് കൊണ്ടുപോയി. അതിനും കാരണക്കാരൻ സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്.